ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് മാംഗോ വെച്ചിട്ട് നമുക്ക് സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ഇത് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് ചവ്വരി അല്ലെങ്കിൽ സാഗോ റൈസ് എടുത്തിട്ട് 1.5 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടായിട്ട് വെച്ചേക്കുന്നത് കുറച്ച് നമുക്ക് ജ്യൂസ് ആക്കാനും അതുപോലെ തന്നെ കുറച്ച് നമുക്കിതിൽ ചേർക്കാനായിട്ട് വേണം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 1/4 കപ്പ് മാംഗോ പീസ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/4 ഗ്ലാസ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ല മധുരം ഉള്ളത് കൊണ്ട് തന്നെ പഞ്ചസാര ചേർക്കുന്നില്ല. ഇനി ബാക്കി 1/4 ഗ്ലാസ് പാലും കൂടെയും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ബാക്കി പാലും കൂടെയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ലൂസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മാംഗോ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ആദ്യം വേവിച്ച് വെച്ച ചവ്വരിയും കൂടെയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വേവിച്ച് അവസാനം കുറച്ച് പഞ്ചസാരയും കൂടെയും ചേർത്തിട്ടാണ് അത് തണുപ്പിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് സിമ്പിളായിട്ടും അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ സ്പെഷ്യലായിട്ടും ചെയ്ത് കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ചുമ്മാ നമ്മൾ ജ്യൂസ് അടിച്ച് കൊടുക്കുന്നതിനേക്കാൾ ഇത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ലഭിക്കാനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.